എല്ലാവർക്കും നമസ്കാരം. വെർച്വൽ വൈബ്സ് ദി ലിറ്റിൽ ആൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നവരാത്രി 1-ാം ദിവസം. നവദുർഗമാരിൽ ഒന്നാമത്തെ ദുർഗയാണ് ശൈലപുത്രി. നവരാത്രിയിൽ ആദ്യ ദിവസം ആരാധിക്കുന്നത് ദേവി ശൈലപുത്രിയെയാണ്. സതി, ഭവാനി, പാർവതി, ഹൈമവതി എന്നീ പേരുകൾ കൂടി ശൈലപുത്രി ദേവിക്കുണ്ട്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് പ്രകൃതിയെ ആണ് ശൈലപുത്രി ദേവി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് പ്രകൃതിയാകുന്ന മാതൃസ്വരൂപമാണ് ശൈലപുത്രി ദേവി. ഹിമവാന്റെ മകൾ എന്നാണ് ശൈലപുത്രി എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത്. ശൈലം എന്നാൽ പർവ്വതവും, അതായത് ഹിമാലയത്തെയാണ് പറയുന്നത്. പർവ്വത രാജാവായ ഹിമവാന്റെയും മേനകാദേവിയുടെയും മകളായിട്ടാണ് ശക്തി സ്വരൂപിണിയായ ദേവി രണ്ടാമതായിട്ട് അവതരിച്ചത്. പർവ്വതരാജൻ്റെ മകളായതുകൊണ്ട് തന്നെ ദേവി പാർവതി എന്നും, ശൈലത്തിൻ്റെ മകളായതുകൊണ്ട് ശൈലപുത്രി എന്നും ദേവി അറിയപ്പെട്ടു. പൂർവജന്മത്തിലാണെങ്കിൽ ദക്ഷൻ്റെ മകളായിട്ടുള്ള സതീദേവിയായിട്ടാണ് ദേവി അവതരിച്ചിട്ടുണ്ടായിരുന്നത്. പാർവതി ദേവിയെ ശൈലപുത്രിയായി ആരാധിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വാരാണസിയിലെ മർഹിയാഘട്ടിൽ ഉള്ള ശൈലപുത്രി ക്ഷേത്രം. ദേവിയുടെ കയ്യിൽ ത്രിശൂലവും രണ്ടാമത്തെ കയ്യിൽ താമരയുമാണ് പിടിച്ചിരിക്കുന്നത്. നന്ദിയാണ് ശൈലപുത്രി ദേവിയുടെ വാഹനം. ഇന്നത്തെ ദിവസം വെളുത്ത വസ്ത്രത്തോടു കൂടിയാണ് പൂജ ചെയ്യുന്നത് നല്ലത്. ദേവി പൂജയ്ക്ക് ജപിക്കേണ്ട മന്ത്രം എന്ന് പറയുന്നത് വന്ദേ വാഞ്ചിതലാഭായ ചന്ദ്രാർത്ഥാകൃതശേഖരാം വൃഷഭാരൂഢാം ശൂലധരാം ശൈലപുത്രീം യശസ്വിനീം. ഈ മന്ത്രമാണ് ഭക്തിപൂർവം ദേവിയുടെ രൂപത്തെ സങ്കല്പിച്ച്, അതായത് വൃഷഭസ്ഥിതയായ ത്രിശൂലവും താമരപ്പൂവും ധരിച്ചിരിക്കുന്ന ദേവിയുടെ രൂപത്തെ സങ്കല്പിച്ച് ഭക്തിയോടെ ജപിക്കേണ്ടുന്ന മന്ത്രം. നവരാത്രി ദിനങ്ങളുടെ ആദ്യത്തെ ദിവസം നവദുർഗയുടെ ശൈലപുത്രി ആരാധനയുടെ ദിവസത്തെ നമുക്ക് വരവേൽക്കാം. നന്ദി, നമസ്കാരം.